ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. കുക്കറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. അധിക സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മതിയാവും നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ 2 കഷ്ണം പട്ടാണ്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു 5 കുരുമുളകും എടുത്തിട്ടുണ്ട്. ഈ ഗ്രാമ്പു പട്ട ഏലക്കായ ഇതൊന്നും കൂടണ്ട കേട്ടോ. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ 2 ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ. ഒരുപാടൊന്നും സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഉള്ളി അരിയുന്ന സമയത്ത് ഒരുപാട് നേരിയതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പട്ട കറാമ്പൊക്കെ ഇട്ടിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. ഞങ്ങൾ 2 പേർക്കുള്ള കറിയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 1 കിലോ ഒക്കെ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 സവാള ഒക്കെ എടുക്കുക. സവാള കൂടൊന്നും വേണ്ട, കൂടി കഴിഞ്ഞാൽ കറിക്കൊരു മധുരം വരും. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1.25 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാ മുളക് പൊടി ചേർക്കാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കനാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ച സ്മെല്ലൊക്കെ പോകുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 2 മിനിറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് പൊടികളൊന്നും കരിയാണ്ട് സൂക്ഷിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ചേർത്തിട്ട് 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മൾ കുക്കറിൽ വിസിലടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഒരു തണ്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില അത്യാവശ്യം കുറച്ചിട്ടാൽ മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതൊക്കെ വഴറ്റുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് എക്സ്ട്രാ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന സമയത്ത് ഗ്രാമ്പു പട്ട ഏലക്കായൊക്കെ ചേർത്തുണ്ടല്ലോ. അപ്പോൾ എക്സ്ട്രാ ഗരം മസാലേൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചല്ലോ, ആ മിക്സിയുടെ ജാറിൽ ചെറിയ ജാറാണ് കേട്ടോ. ആ ജാറിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കറി കുറച്ച് ലൂസായിട്ടൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
എനിക്കിപ്പോൾ കുറച്ച് കട്ടിയിൽ മതി കറി, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പ് കൂടുതലാവൊന്നും വേണ്ട. അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതി കേട്ടോ ചിക്കന്. 2 വിസിൽ വന്ന പടനെ ഓഫ് ചെയ്യുക, കാരണം ചിക്കന് കൂടുതൽ വെന്തലിഞ്ഞ് പോകുമൊന്നും വേണ്ടല്ലോ. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇനി ഇത് 2 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിസിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ. കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ കറി ഇപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത്. ഞാൻ നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. 2 വിസിൽ മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് ഒരുപാട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, ബാച്ചിലേഴ്സിനൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അധികം മെനക്കേടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.